രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദി ഇന്റഗ്രൽ സർഫസ് ഓഫ് ദി ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ സ്ക്വയർ പി പ്ലസ് വൈ മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇസഡ് ത്രൂ ദി കർവ് എക്സ് ഇസഡ് ഈക്വൽ ടു എ ക്യൂബ് വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ലീനിയർ പി ഡി ആണ്. അപ്പോൾ ഈ പി ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇന്റഗ്രൽ സർഫസ് കണ്ടുപിടിക്കണം വിച്ച് പാസസ് ത്രൂ ദി കർവ് എക്സ് ഇസഡ് ഈക്വൽ ടു എ ക്യൂബ് വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, യുവും വിയും കണ്ടുപിടിക്കണം. അപ്പോൾ യുവും വിയും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലാഗ്രാഞ്ചസ് ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യുവും വിയും ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പി ഡി എഴുതി കൺസിഡർ ദ ലീനിയർ പി ഡി എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ സ്ക്വയർ പി പ്ലസ് വൈ മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇസഡ്. ദെൻ ദ ലാഗ്രാഞ്ചസ് ഓക്സിലറി ഇക്വേഷൻ ഈസ് ഡി എക്സ് ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇസഡ്. ഇനി നമ്മൾ ഇതിന് ലാഗ്രാഞ്ചസ് ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡി എക്സ് ബൈ പി ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ആർ. അപ്പോൾ ഇത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് യുവും വിയും കണ്ടുപിടിക്കാൻ പോവുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ രണ്ട് റേഷ്യോസ് കൺസിഡർ ചെയ്യുക. ആദ്യത്തെ രണ്ട് റേഷ്യോസ് എന്ന് പറയുമ്പോൾ ഡി എക്സ് ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്നുള്ള റേഷ്യോ. അപ്പോൾ ഇവിടെ ഒരു എക്സ് മൈനസ് വൈ ഉണ്ട്, ഇവിടെ ഒരു വൈ മൈനസ് എക്സ് ഉണ്ട്. വൈ മൈനസ് എക്സിനെ നമുക്ക് മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടുത്തെ എക്സ് മൈനസ് വൈയും ഇവിടുത്തെ എക്സ് മൈനസ് വൈയുടെ കട്ട് ചെയ്ത് പോകും. ദെൻ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. അതായത് അടുത്ത സ്റ്റെപ്പിൽ എക്സ് മൈനസ് വൈ കട്ട് ചെയ്ത് പോകുമ്പോൾ ടി എക്സ് ബൈ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഡി വൈ ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ ഡി വൈ. മൈനസ് വൈ സ്ക്വയർ ഡി വൈനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ആകും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദെൻ ഇൻറ്റഗ്രബിൾ ഫോമിലായി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ ഡി എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് വൈ സ്ക്വയർ ഡി വൈയുടെ ഇൻറ്റഗ്രൽ വൈ ക്യൂബ് ബൈ 3 ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് C1 ബൈ 3. 3 വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു C1 വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ യു എന്ന് പറയുന്നത്. യു ആയിട്ട് നമുക്ക് കിട്ടിയപ്പോൾ എന്താ, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു C1 എന്നുള്ള ഫസ്റ്റ് സർഫസ് നമുക്ക് കിട്ടി. ദെൻ അടുത്തത് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഡി എക്സ് മൈനസ് ഡി വൈ, അതായത് ഫസ്റ്റ് രണ്ട് റേഷ്യോസിൻ്റെ ന്യൂമറേറ്റർ സെപ്പറേറ്റ് ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ഡിഫറൻസ് എടുത്തു. എന്നിട്ട് തേർഡ് റേഷ്യോട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് വരും, ഡി എക്സ് മൈനസ് ഡി വൈ ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് ഓഫ് വൈ മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇസഡ് എന്ന് വന്നു. ഇനി ഇവിടെ നമുക്ക് ഈ മൈനസ് ഓഫ് വൈ മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഉണ്ടല്ലോ. അപ്പോൾ ഈ വൈ മൈനസ് എക്സിനകത്ത് നമുക്കൊരു മൈനസ് സൈൻ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ഇത് മൈനസ് സൈൻ എന്താവും, പ്ലസ് ആവും. അപ്പം വൈ മൈനസ് എക്സിൽ നിന്ന് മൈനസ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എക്സ് മൈനസ് വൈ ആകും. അപ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി എക്സ് മൈനസ് വൈ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ ഡി എക്സ് മൈനസ് ഡി വൈ ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇസഡ് വരും. ഇവിടുത്തെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും ഇവിടുത്തെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറോടെ കട്ട് ചെയ്ത് പോകും. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഇംപ്ലൈസ് ഡി എക്സ് മൈനസ് ഡി വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പോകുമ്പോൾ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ഇസഡ് എന്ന് വരും. ദാറ്റ് ഈസ് ഡി എക്സ് മൈനസ് ഡി വൈ ബൈ എക്സ് മൈനസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് ഡി ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു 0. അതായത് ഡി ഇസഡ് ബൈ ഇസഡിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഇൻറ്റഗ്രബിൾ ഫോമിലാണ് ഈ ഫസ്റ്റ് റേഷ്യോ ഫസ്റ്റ് ടേം ഏതാ, ഡി എക്സ് മൈനസ് ഡി വൈ ബൈ എക്സ് മൈനസ് വൈ ആ. ഡി എക്സ് മൈനസ് ഡി വൈ എന്ന് പറഞ്ഞാൽ ഡി ഓഫ് എക്സ് മൈനസ് വൈ ആ. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഡി ഓഫ് എക്സ് മൈനസ് വൈ ബൈ എക്സ് മൈനസ് വൈ ഫോമിലാണ് നടക്കുന്നത്. അപ്പോൾ ഡി ഓഫ് എക്സ് മൈനസ് വൈ ബൈ എക്സ് മൈനസ് വൈ മൈനസ് ഡി ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി ഓഫ് എക്സ് മൈനസ് വൈയുടെ ബൈ ഡി ഓഫ് എക്സ് മൈനസ് വൈ ബൈ എക്സ് മൈനസ് വൈയുടെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് എന്ത് വരും, ലോഗ് എക്സ് മൈനസ് വൈ മൈനസ് ഡി ഇസഡ് ബൈ ഇസഡിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ ലോഗ് ഇസഡ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ലോഗ് C2 എന്ന് വരും. ഇനി ഇവിടെ കമ്പൈൻ ചെയ്ത് ലോഗ് കളയുക. അപ്പോൾ ലോഗ് എക്സ് മൈനസ് വൈ മൈനസ് ലോഗ് ഇസഡ് എന്ന് പറയുമ്പോൾ ലോഗ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ ഇസഡ് ആണ്. അത് ഈക്വൽ ടു ലോഗ് C2 എന്ന് വരും. ലോഗ് കളയുമ്പോൾ എക്സ് മൈനസ് വൈ ബൈ ഇസഡ് ഈക്വൽ ടു C2. അതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് എടുത്തു. ദെൻ കൺസിഡർ ദി കർവ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, യുവും വിയും കിട്ടി. അതായത് ഫസ്റ്റ് സർഫസും സെക്കൻഡ് സർഫസും നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടത് എക്സ് ഇസഡ് ഈക്വൽ ടു എ ക്യൂബ് വൈ ഈക്വൽ ടു 0 എന്നുള്ള ആ കർവിൽ കൂടി പാസ് ചെയ്യുന്ന ഇൻറ്റഗ്രൽ സർഫസാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതായത് ആക്ച്വലി നമ്മുടെ ഗിവൺ ഇക്വേഷൻ്റെ ഇൻറ്റഗ്രൽ സർഫസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇൻറ്റഗ്രൽ സർഫസ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് യു കമ വി ഇസ് ഈക്വൽ ടു 0 ആ. ആ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി ഫംഗ്ഷനാണ്. ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും ആകാം. ഇനി നമുക്ക് വേണ്ടത് എക്സ് ഇസഡ് ഈക്വൽ ടു എ ക്യൂബ് വൈ ഈക്വൽ ടു 0 കൂടെ പാസ് ചെയ്യുന്ന ഇൻറ്റഗ്രൽ സർഫസ് ആണ് വേണ്ടത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ എഫ് ഈ കർവിൽ കൂടെ പാസ് ചെയ്യുന്ന
രീതിയിലുള്ള ഫംഗ്ഷൻ നമ്മൾ എഫ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതുക. അപ്പോൾ നമ്മുടെ കർവിൻ്റെ ഇക്വേഷൻ തന്നേക്കുന്നത് എക്സ് ഇസഡ് ഈക്വൽ ടു എ ക്യൂബ് വൈ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത്. ഇപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ എഴുതുമ്പോൾ വൈ ഉറപ്പായിട്ടും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. എക്സ് ഇസഡ് ഈക്വൽ ടു എ ക്യൂബ് തന്നിട്ടുണ്ട്. ഇവിടെ എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, പാരാമീറ്റർ അല്ല. അപ്പോൾ നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ എഴുതുമ്പോൾ അവിടെ ഒരു പാരാമീറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാരാമീറ്റർ എക്സ് ഇസഡ് ഈക്വൽ ടു എ ക്യൂബ് വരുന്ന രീതിയിൽ വേണം പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യാൻ. വൈ 0 ആണ്, വൈക്ക് മാറ്റമില്ല. അപ്പോൾ പിന്നെ എക്സും ഇസഡും ആണ് പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നോക്കണ്ടേ. അപ്പോൾ എക്സ് ആയിട്ട് നമ്മൾ എ സ്ക്വയർ ടി എടുത്തു, ഇസഡ് ആയിട്ട് എ ബൈ ടി എടുത്തു. അപ്പോൾ എക്സ് ഇസഡ് എന്ത് വരും? എ സ്ക്വയർ ടി ഇൻറ്റു എ ബൈ ടി, ദാറ്റ് ഇസ് എ ക്യൂബ്. അപ്പോൾ അത് പാരാമെട്രിക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും വേണമെങ്കിൽ. അപ്പോൾ എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ടി ഇസഡ് ഈക്വൽ ടു എ ബൈ ടി എന്നുള്ളത് ഈ ഒരു കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ടി ഇസഡ് ഈക്വൽ ടു എ ബൈ ടി വൈ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത്. പിന്നെ ഇത് പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് യുണീക്ക് അല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ടി ഇസഡ് ഈക്വൽ ടു എ ബൈ ടി തന്നെ ചൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എക്സ് ഈക്വൽ ടു എ ടി എടുത്തിട്ട് ഇസഡ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ ടി എടുത്താലും എന്ത് തന്നെയാണ്? ഈ കർവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ യുണീക്ക് അല്ല. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ടി ഇസഡ് ഈക്വൽ ടു എ ബൈ ടി വൈ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലാണ് ഈ ഗിവൺ കർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ഈ സർഫസസ് 1 and 2, 1 എന്ന് പറയുന്നത് ഏതാ? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു C1, 2 എന്ന് പറയുന്നത് എക്സ് മൈനസ് 5 ബൈ ഇസഡ് ഈക്വൽ ടു C2. അപ്പോൾ ഈ രണ്ട് സർഫസസ് പാസസ് ത്രൂ ദി കർവ്, അതായത് കർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ എഴുതി. ഇപ്പോൾ ഈ കർവിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ എക്സിന് പകരം എക്സ് ഓഫ് ടി അല്ല, എക്സിന് പകരം എ സ്ക്വയർ ടിയും ഇസഡിന് പകരം എ ബൈ ടിയും വൈക്ക് പകരം 0യും നമ്മുടെ സർഫസിൻ്റെ ഇക്വേഷൻസ് ആയ 1ലും 2ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു C1. അപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറയുമ്പം എ സ്ക്വയർ ടിയുടെ ക്യൂബ്, ദാറ്റ് ഈസ് എ റൈസ് ടു 6 ഇൻറ്റു ടി ക്യൂബ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് C1 എന്ന് വരും. ഇനി വൈ എന്ന് പറയുന്നത് 0 ആണ്. ആദ്യം എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് നോക്കണല്ലോ. അപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്ത് വരും? എ റൈസ് ടു 6 ഇൻറ്റു ടി ക്യൂബ്. വൈ എന്ന് പറയുന്നത് 0, അപ്പോൾ വൈ ക്യൂബ് 0 ആണ്, ഈക്വൽ ടു C1 ആണ് ഫസ്റ്റ് ഇക്വേഷൻ. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു C1. അപ്പോൾ നമുക്ക് എ റൈസ് ടു 6 ഇൻറ്റു ടി ക്യൂബ് ഇസ് ഈക്വൽ ടു C1 എന്ന് കിട്ടും, അതിനകത്ത് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് 5 ബൈ ഇസഡ് ഈക്വൽ ടു C2 എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സിൻ്റെ സ്ഥാനത്ത് എ സ്ക്വയർ ടി മൈനസ് വൈയുടെ സ്ഥാനത്ത് 0 വരും, ഡിവൈഡഡ് ബൈ ഇസഡ് എന്ന് പറയുന്നത് എ ബൈ ടി വരും, ഈക്വൽ ടു C2. അപ്പോൾ രണ്ടാമത്തെ സർഫസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ സ്ക്വയർ ടി ബൈ എ ബൈ ടി ഈക്വൽ ടു C2 എന്ന് വരും, ദാറ്റ് ഈസ് എ റൈസ് ടു 6 ഇൻറ്റു ടി ക്യൂബ് ഇസ് ഈക്വൽ ടു C1. ആൻഡ് ഇവിടെ നമ്മൾ എ സ്ക്വയർ ടി ബൈ എ ബൈ ടി ചെയ്യുമ്പോൾ എന്ത് വരും? ഒരെയും മുകളിലത്തെ എ സ്ക്വയറുടെ കട്ട് ചെയ്ത് പോകും, മുകളിലത്തെ ഒരെയും താഴത്തെ എയുടെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ പിന്നെ ഒരു എ ഉള്ളൂ, പിന്നെ ടി ഉണ്ട്, ടി ബൈ 1 ബൈ ടി. അപ്പം മുകളിൽ താഴത്തെ ഡിനോമിനേറ്ററും താഴത്തെ ടി എന്ന് പറയുന്നത് മുകളിലേക്ക് പോകും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ. അപ്പോൾ എ ടി സ്ക്വയർ എന്ന് വരും, എയും കട്ട് ചെയ്ത് പോയിട്ട് എ ടി സ്ക്വയർ വരും, എ ടി സ്ക്വയർ ഈക്വൽ ടു C2 എന്ന് വരും. അപ്പോൾ നമുക്ക് എ റൈസ് ടു 6 ഇൻറ്റു ടി ക്യൂബ് ഇസ് ഈക്വൽ ടു C1 വന്നു, അതുപോലെ എ ടി സ്ക്വയർ ഈക്വൽ ടു C2 എന്ന് വന്നു. ഈ രണ്ട് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ സർഫസസ് 1 and 2 പാസസ് ത്രൂ ദ ഗിവൺ കർവ് ആവത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ടീനെ ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ മെത്തേഡിൽ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ നമുക്ക് എക്സിന് പകരം നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻസ് കൊടുത്തപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടി, എക്സിനും വൈക്കും ഇസഡിനും പകരം. അപ്പോൾ ഇത് ഇനി ഇവിടുന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടീനെ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ടീനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ C1 C2 തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ കിട്ടും. ദെൻ C1ന് പകരം യുവും C2ന് പകരം വിയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗിവൺ റെക്കോർഡ് സൊല്യൂഷൻ ആകും. അപ്പോൾ അതിന് വേണ്ടി ഇവിടുന്ന് നമ്മൾ ടീനെ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ടീനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ടിയുടെ പവർ ഏതാ? ടി ക്യൂബാണ്. ഇവിടെ ടിയുടെ പവർ എന്ന് പറയുന്നത് സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ ക്യൂബാണ്, ഇവിടെ സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് എലിമിനേറ്റ് ഡിവൈഡ് ചെയ്ത് കളയാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കളയാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ടിയുടെ പവർ സെയിം ആക്കണം. അപ്പോൾ ടിയുടെ പവർ സെയിം ആക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ് പവർ, ഇവിടെ 2 ആണ് പവർ. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ പവർ ആക്കാൻ പറ്റുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ 3നെ ഇവിടെ ടിയുടെ പവറിനെ 6 ആക്കും, ഇവിടെയും ടിയുടെ പവറിനെ 6 ആക്കും. അപ്പോൾ ഇവിടെ ടിയുടെ പവർ 6 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം ത്രൂ ഔട്ട്. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? എ റൈസ് ടു 12 ഇൻറ്റു ടി റൈസ് ടു 6 ഇസ് ഈക്വൽ ടു C1 സ്ക്വയർ വരും. ഇനി ഇവിടെ ടിയുടെ പവർ 6 ആക്കാൻ നമ്മൾ ക്യൂബ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? എ ക്യൂബ് ഇൻറ്റു ടി റൈസ് ടു 6 ഈക്വൽ ടു C2 ക്യൂബ് എന്ന് വരും. ദെൻ നമുക്ക് ഈ 2 ഇക്വേഷൻസ് കിട്ടി. ഇത് നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ ടി പൊക്കോളും. അപ്പോൾ എന്ത് വരും? എ റൈസ് ടു 12 ഇൻറ്റു ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുമ്പോൾ എ റൈസ് ടു 12 ഇൻറ്റു ടി റൈസ് ടു 6 ബൈ എ ക്യൂബ് ഇൻറ്റു ടി റൈസ് ടു 6 വരും. എ റൈസ് ടു 12 ബൈ എ ക്യൂബ് എന്ന് പറയുന്നത് എ റൈസ് ടു 9 ആണ്, ടി റൈസ് ടു 6 കട്ട് ചെയ്ത് പോകും.
അപ്പോൾ ഇത് രണ്ടും ലെഫ്റ്റ് സൈഡ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് a⁻9 ഈക്വൽ ടു c1² c2³ എന്ന് വരും. അപ്പോൾ a⁻9 is equal to c1² c2³ എന്ന് വന്നു. ദാറ്റ് ഈസ് a⁻9 ഇൻറ്റു ഈ c2³ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ a⁻9 ഇൻറ്റു c2³ is equal to c1² എന്ന് വരും. ദാറ്റ് ഈസ് a⁻9 ഇൻറ്റു c2³ മൈനസ് c1² ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇപ്പം നമുക്ക് c1നും c2നും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ കിട്ടി. ദാറ്റ് ഈസ് φ ഓഫ് c1 c2 നമുക്ക് കിട്ടിയേക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് φ ഓഫ് uv. φ നമ്മൾ ദെൻ റിക്കേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? c1ന് പകരം u വാല്യൂം c2ന് പകരം v വാല്യൂം കൊടുക്കും. c1 എന്താ ശരിക്കും u വാല്യൂ എന്ന് പറയുന്നത് x³ + y³ ആണ്. c2 v വാല്യൂ എന്ന് പറയുന്നത് x - y/z. അപ്പോൾ അത് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ വരും? റിക്കേർഡ് സർഫസ് ഈസ് a⁻9 ഇൻറ്റു c2ന് പകരം x - y/z ദ ഹോൾ ക്യൂബ് മൈനസ് c1ന് പകരം s³ + y³. ഇവിടെ c1² ആണ്. s³ + y³ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. അതായത് a⁻9 ഇൻറ്റു x - y/z ദ ഹോൾ ക്യൂബ് മൈനസ് ഓഫ് x³ + y³ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. ഇതാണ് റിക്കേർഡ് സൊല്യൂഷൻ.